ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. മുസ്ലിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഓട്സ് ഉണ്ടെങ്കിൽ മുസ്ലി നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി വെക്കാം. കുറച്ച് നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്ത് വെക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇതുപോലുള്ളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വാൽനട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ആൽമണ്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ബദാം ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകരുത്. ചെറിയ തീയിലിട്ടിട്ടാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിതെല്ലാം വറുത്തെടുക്കേണ്ടത്. വാൽനട്ടും ബദാമും അതുപോലെ ബാക്കിയുള്ള നട്ട്സെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. ഇതിൽ ഒരുപാട് നട്ട്സൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് കുറച്ച് നാളത്തേക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനും പറ്റും. നമ്മളിത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് റെഡിയായി കിട്ടും. ഒരുപാട് സമയമൊന്നും നമ്മളിതിട്ട് വറുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ ഇത്രയും മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ ഓട്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഓട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇത്രയും ഓട്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെയാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇതും വറുത്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഈ ഒരു കളറായി വരുന്നവരെയാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം സമയം തന്നെ ഇത് വറുത്തെടുക്കണം. ബ്രൗൺ കളറായി വരുന്നവരെ വറുത്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂസും ബദാമും വാൽനട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. പൈനാപ്പിൾ, പപ്പായ, അതുപോലെ നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്നുകൂടി ചെറിയ പീസാക്കിയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറുത്ത കളറിലുള്ള കിസ്മിസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇനി ഇതിലേക്ക് ഇതുപോലെ ശർക്കര ഉരുക്കിയെടുത്തതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ചൂടോടുകൂടി ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. നല്ല ചൂടിൽ ചേർക്കേണ്ട, ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടാണ് ശർക്കരയൊക്കെ ഇതിലേക്ക് ചേർക്കേണ്ടത്. നമുക്ക് കുറച്ചുകൂടെ മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 200 ഗ്രാം ശർക്കരയൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 100 ഗ്രാം ശർക്കരയാണ് ഇതുപോലൊന്ന് ഉരുക്കിയെടുത്ത് ചേർക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള ശർക്കരപ്പാനിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാക്കി സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മളിത് കോൺഫ്ലേക്സ് ഒക്കെ കഴിക്കുന്ന പോലെ പാലൊഴിച്ചിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിൽ ഓട്സും നട്ട്സും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്